കോടിയേരിയുടെ മകൻ ബിനീഷിനോടും പിണറായിയുടെ മകൾ വീണയോടും സിപിഎമ്മിന് ഇരട്ട സമീപനം. കേസിൽപ്പെട്ട ബിനീഷിന് തന്റെ മകനെന്ന നിലയിൽ പാർട്ടി പരിരക്ഷ വേണ്ടെന്നായിരുന്നു അന്നത്തെ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ സാമ്പത്തിക ആക്ഷേപത്തിൽ പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ നേരിട്ട് വലയം തീർക്കുകയാണ്. രണ്ടും വ്യത്യസ്ത സാഹചര്യമെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ ന്യായീകരണം. സിപിഎം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി കേസിൽപ്പെട്ട സന്ദർഭത്തിൽ പാർട്ടി ഒരു ഘട്ടത്തിൽ പോലും സെക്രട്ടറിയുടെ മകനെ ന്യായീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അത് കോടിയേരിയുടെ ശക്തമായ നിലപാട് കൂടിയായിരുന്നു. മകൻ കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ, അതിന് പാർട്ടി പരിരക്ഷ വേണ്ട എന്ന ധീരമായ സമീപനമായിരുന്നു അത്. ബിനീഷ് പിന്നീട് റിമാൻഡിലാവുകയും ചെയ്തു. എന്നാൽ ദീപസ്തംഭം മഹാചര്യം എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മുമ്പിൽ വണങ്ങി നിൽക്കുകയാണ് ഇന്നത്തെ സിപിഎം. പിണറായിയുടെ ആരോപണ വിധേയായ മകൾ വീണ വിജയന് വേണ്ടി മന്ത്രിമാരും പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദനുമെല്ലാം വാതോരാതെ സംസാരിക്കുകയാണിപ്പോൾ. കോടിയേരിയുടെ സമീപനമല്ലല്ലോ പാർട്ടിക്കിപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞത് ഇങ്ങനെ: ബിനീഷ് കോടിയേരിന്റെ കേസിന്റെ അകത്ത് പാർട്ടി പറഞ്ഞത്, കോടിയേരി തന്നെ ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ കോടിയേരി തന്നെ പറഞ്ഞത്, എൻ്റെ മകൻ എന്ന രീതിയിൽ ഒരു ആനുകൂല്യവും പാർട്ടി എന്ന രീതിയിലോ ഞാനെന്ന രീതിയിലോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ള തുറന്ന മനസ്സോടുകൂടിയുള്ള നിലപാടാണ് അന്ന് എടുത്തത്. അത് വേറെ ഒരു കേസിന്റെ ഭാഗമാണ്. ഇത് രണ്ടും രണ്ടാണെന്ന്. വീണ വിജയനെ പാർട്ടി സെക്രട്ടറി ഇത്രയും ന്യായീകരിക്കണോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായ ആക്ഷേപത്തെയാണ് ചെറുക്കുന്നത് എന്നായിരുന്നു മറുപടി. വീണയ്ക്ക് ഈ പാർട്ടിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ ഒരു പരിരക്ഷ ആവശ്യമില്ല. അതൊന്നും മനസ്സിലായില്ല. ഒരു പരിരക്ഷന്റെ ആവശ്യമില്ല. ഞങ്ങൾ പരീക്ഷിക്കാനും പോകുന്നില്ല. ഞങ്ങളിവിടെ പറഞ്ഞത് ഇതിന്റെ പേരുപയോഗിച്ച് രാഷ്ട്രീയമായ കടന്നാക്രമണം നടത്തുകയാണ്. അതാ പ്രശ്നം. അതിനെതിരെ ഞങ്ങൾ എതിർക്കുന്നുള്ളൂ. ബാക്കി എന്താ കാര്യം? അതായത് പിണറായി വിജയന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സിപിഎം വലയം തീർക്കുന്നുവെന്ന് സാരം. ചുരുക്കി പറഞ്ഞാൽ കോടിയേരിയല്ല ഗോവിന്ദൻ. ജനം, തിരുവനന്തപുരം.